ഹായ്, കിസ്മത്ത് വാലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി കറിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, ചെറിയ ഉള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, പുളി, കായം, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ശർക്കര. ഇനി നമുക്ക് തയ്യാറാക്കാം. ഒരു പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഫ്രൈ ആകും, കുറച്ച് ഫ്രൈ ആകാതെ ഇരിക്കും. അത് കാരണം നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി നല്ല ബ്രൗൺ കളറായിട്ട് വരണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ നമ്മൾ വറുത്ത് കോരണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചേക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. ഇത്രയും എണ്ണ വേണ്ട നമുക്ക് ഇനി തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങയും ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്നുണ്ട്. കരിഞ്ഞു പോകരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. കരിയാണ്ട് എല്ലാം നന്നായിട്ട് ഒരുമിച്ച് നല്ല മൊരിഞ്ഞിങ്ങനെ വറുത്ത് എടുക്കണം. ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഇടും. അതിന് മുന്നേ ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പൊടികളിടുമ്പോൾ കരിഞ്ഞു. ഓൾറെഡി ഈ തേങ്ങയുടെയൊക്കെ ചൂടല്ലേ, അപ്പോൾ ഗ്യാസ് കത്തിച്ചും കൂടെ വെച്ചാൽ പണിയാവും. നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്ത മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ പച്ച മണമൊക്കെ പോകണം. ഇത് ഉലുവാപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് അല്പം ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ച് വെച്ചതിന് ശേഷം നമുക്കടുത്ത് പാൻ വെച്ച് കൊടുത്ത് ആ എണ്ണ നമ്മൾ ആ ഇഞ്ചി വറുത്ത എണ്ണയില്ലേ, അത് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള അതൊഴിച്ച് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക്, അതിലേക്ക് നമുക്ക് കറിവേപ്പില, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പുളിയില്ലേ, അത് നമ്മളൊന്ന് വെള്ളത്തിൽ കുതിർത്തൊന്ന് പിഴിഞ്ഞ് വെച്ചേക്കണം. ആ പുളി ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ പുളി ഒഴിക്കുന്നതിന് മുന്നമേ അല്പം മുളക് പൊടി വേണമെങ്കിൽ, കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അതിലൊന്ന് ഇടാം. ഇതിൽ എനിക്ക് എരിവ് ഓക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇടാത്തത്. ആ പുളി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് അല്പം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടൊന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട്
തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ശർക്കര ഇട്ട് കൊടുക്കാം. അതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറി തയ്യാർ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്തേക്കണേ. തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണേ.